മക്കളെ, കൊച്ചു ചെറുപ്പക്കാരൊക്കെ കുറച്ചേ ഉണ്ട് ഇവിടെ, കുറച്ച് വന്നുകൂടി ഞാൻ പറയാം. അതായത് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിച്ചേ, 5:30 മണിക്ക് ട്യൂഷൻ വിട്ട്, സ്കൂൾ വിട്ട്, കോളേജ് വിട്ട് വരേണ്ട മോൾ അല്ലെ മോൻ അരമണിക്കൂർ താമസിച്ചാൽ അമ്മമാർ പറഞ്ഞേ സന്തോഷമാണോ ഭീതിയാണോ? ഭീതിയാ. എന്താ സംഭവിക്കുന്ന അറിയില്ല. കാരണം ഈ ആനിമൽ പ്ലാനറ്റിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ കൊച്ചു മൃഗങ്ങളുടെ നേരെ 15-20 മൃഗങ്ങൾ ചാടി വീണതിനെ മുഴുവൻ നശിപ്പിച്ച് എല്ലും മുട്ടമാക്കിയിടുന്നത്. ഇപ്പം എന്നാ 10-20 അധമന്മാരെ ഒരു കൊച്ചിൻ്റെ മണ്ടയ്ക്ക് ചാടി വീഴുക, നശിപ്പിക്കുക ഇല്ലേ? പേടിയാ, ഭീതിയാ. മക്കളെ, കുഞ്ഞുങ്ങളെ, വന്നോടെ ഞാൻ പറയട്ടെ, നീ 5:30 സ്കൂൾ വിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരണ്ട, നീ 6-6:30 ആകുമ്പോൾ അമ്മയുടെ അപ്പൻ്റെ ഉള്ളി തീയാ. കാരണം നരാധമ്മമാരിവിടെ ഉണ്ട്, മൃഗങ്ങൾ സഞ്ചരിക്കുക. എന്നിട്ട് ഈ കൊച്ചു പോയി കറങ്ങിയൊക്കെ വന്നിട്ട് പറയുന്നത് എന്നാണെന്നറിയാമോ? എന്താ നീ വരാഞ്ചെന്ന് ചോദിച്ചാൽ അവൾ പറയും സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടായിരുന്നെന്ന്. അതേപോലെ എങ്ങാണ്ട് ബൈക്കിലുമൊക്കെ കറങ്ങി ഐസ്ക്രീമും ഒക്കെ അടിച്ചിട്ട് വന്നിരിക്കുക. ഒരു കാര്യം പറഞ്ഞേക്കാം, സുവിശേഷത്തിന് മറവൊന്നുമില്ല. നിനക്ക് നിൻ്റെ അപ്പനെ കളിപ്പിക്കാം, നിൻ്റെ അമ്മയെ കളിപ്പിക്കാം, നിൻ്റെ പാസ്റ്ററെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കാനൊക്കെ ഇല്ല. നിൻ്റെ സകല വഴികളും കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. നീ എവിടൊക്കെ പോയ നിൻ്റെ അപ്പൻ അറിഞ്ഞുകൂടാ, നിൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, നിൻ്റെ പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു, എൻ്റെ പാപത്തിന്മേൽ ദൃഷ്ടി വെക്കും, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കും, നിൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എവിടൊക്കെ നടന്നു? ആരെങ്കിലും കാൽപാദം വേണ്ടിയോ? ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. എന്നാൽ ഇന്ന് രാവിലെ മുതലല്ല, നീയും ഞാനും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിൻ്റെ കാൽപാദം എണ്ണി ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഒന്നുകൂടെ പറയാം, നിനക്ക് പാസ്റ്ററെ മറച്ച് പാപം ചെയ്യാം, പെറ്റതള്ളയെ മറച്ച് പാപം ചെയ്യാം, അപ്പനെ മറച്ച് പാപം ചെയ്യാം, ദൈവത്തെ മറച്ച് പാപം ചെയ്യുവാൻ കഴിയില്ല. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ നിന്നെ പോലെ നിരൂപിച്ചു, ഞാൻ നിന്നെ ശ്വാസിച്ച് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇവയെ നിരത്തി വെക്കും. ഭയം, എല്ലാ വിധത്തിലും ഭയമാണ്. എന്നാ റോഡിലോട്ട് ഇറങ്ങിയാൽ എന്തേലും ഒന്ന് പറയാനൊക്കൂ? ആരോടേലും പറയാനൊക്കൂ? കാരണം കത്തിയും കൊണ്ട് നടക്കുക. ഞാൻ പിള്ളേരോടൊക്കെ പറയും, വണ്ടി ഓടിക്കുന്നവരോട് പറയും, മക്കളെ ഒന്നും പറഞ്ഞേക്കരുത്, കാരണം വെട്ടും കുത്തുക, കത്തിയുക. അത്ര കാലമാണിത്, ഭയം വർദ്ധിക്കുന്ന കാലം. അടുത്ത അവിടെ എഴുതിയിരിക്കുന്നറിയാമോ? രാത്രിയിലെ പറഞ്ഞാട്ട് ദൈവമക്കളെ ഭയത്തെയും പിന്നെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. കണ്ടോ എത്ര ക്ലിയറാണ് വേദപുസ്തകം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. ഇരുട്ടിലാണ് മഹാമാരികൾ സഞ്ചരിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിൽ ചോദിച്ചാൽ അറിയാം, ബാക്ടീരിയകൾ, വൈറസുകൾ, സൂക്ഷ്മാണുജീവികൾ, രോഗാണുക്കൾ കൂടുതൽ പരക്കുന്നത് രാത്രിയിലാണ്. പകൽ കത്തിജ്വലിക്കുന്ന സൂര്യപ്രകാശത്താൽ അവയിൽ പലതും കെട്ടുപോകും, നശിച്ചു പോകും. പക്ഷെ രാത്രിയിൽ അവ നിർബാധം സഞ്ചരിക്കും. അതായത് നമ്മുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം രോഗാണുക്കൾ, ഏറ്റവും അധികം വൈറസുകൾ, ഏറ്റവും അധികം ബാക്ടീരിയകൾ പടർന്നിരുന്നു. മരുന്ന് കണ്ടെത്താത്ത അസുഖങ്ങൾ, പേര് കേൾക്കാത്ത അസുഖങ്ങൾ. നമ്മൾ ഈ കൊറോണ എന്ന് പറഞ്ഞ പണ്ടങ്ങാണ് കേട്ടതാണ്. സാർസ്, പിന്നെ പനി തന്നെ എന്നൊക്കെയാണ്, തക്കാളിപ്പനി, എലിപ്പനി, കുരങ്ങുപനി, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അത് കുറയാൻ പോവല്ല. ഇതൊക്കെ ഈ ഇപ്പം അല്ല, എത്രയോ കാലം കൊണ്ട് ഞാനൊക്കെ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇത് കുറയാൻ പോവല്ല, ഇത് കൂടാൻ പോവാ. ആരോ പറഞ്ഞ സൂചന കണ്ട് പഠിച്ചില്ലേ സമരം വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞ ഇനി വരാൻ പോകുന്നതിൻ്റെയൊക്കെ ഒരു വെറും റിഹേഴ്സൽ നടന്നേ ഉള്ളൂ. മനുഷ്യൻ രോഗാതുരനാണ്. ഈ പാപലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണെന്ന് മറക്കരുത്. ഒന്നുകൂടെ കൈയൊന്ന് ഉയർത്തി, കൈയൊന്ന് ആട്ടി, വായം തുറന്ന ശക്തിയോടെ സ്തോത്രം. ഞാൻ പറയട്ടെ, കൈയൊന്ന് പൊക്കാൻ കഴിഞ്ഞാൽ കൃപയാ. ആ ഉയർത്തിയ കൈയൊന്ന് താക്കാൻ കഴിഞ്ഞാൽ കൃപയാ. കരവൊന്ന് അടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ. വായൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ. തുറന്നവ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാ. എന്തോ രോഗങ്ങളാണ്, എന്തെല്ലാം അസുഖങ്ങളാണ്. ഞാൻ തമാശ പറയാൻ നിങ്ങൾ ചിന്തിക്കല്ലേ. ഞാൻ ഈ കാലത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇത് ഗുളിക കാലം എന്നാണ്. അങ്ങനെ ഒരു കാലം എന്നാൽ കലണ്ടറിലുണ്ട് ഗുളിക കാലം എന്ന്. അങ്ങനല്ല. ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് 80% ഗുളിക പുറത്താണ് അല്ലേ? ഞാനിവിടെ നിന്ന് പറഞ്ഞു, ഒരു ദിവസം
രാവിലെ കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗുളിക, കഴിച്ച ശേഷം ഒരു ഗുളിക, ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗുളിക, അതിന് ശേഷം ഒരു ഗുളിക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗുളിക, ഒത്താൽ ഉറങ്ങിയ ശേഷം ഒരു ഗുളിക. ഞാൻ പാസ്റ്റർ ഒരിടത്ത് നിന്ന് ഒരു ഗുളിക എന്ന് പറഞ്ഞപ്പം പുറയുന്ന ഒരു പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഒരു ഗുളിക അല്ല പാസ്റ്ററെ, ഒരു പിടി ഗുളിക. സത്യത, ഒരു പിടി ഗുളിക. തുടക്കം ഒരു ഗുളികയല്ല, പിന്നെ ഒരു പിടിയാ അല്ലേ? ഈ ഡോക്ടർമാരൊക്കെ ആദ്യം ഒന്നാ കുറയ്ക്കുന്നത്, പിന്നെ 5-6 വാരി വാരി അങ്ങ് വിഴുങ്ങുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ, ഹോസ്പിറ്റലിൻ്റെ വലിപ്പമോ കണ്ടല്ല ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീരാത്ത കൊണ്ടാണ്. ഒന്ന് വാ തുറന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. കൃപയാ, കൃപ. ഏകദേശം വാക്യമുണ്ട്, ജീവനും കൃപയും എനിക്ക് നൽകി. ഹോവേ, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബീമോനച്ച് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസമകത്തെ തള്ളുന്നുണ്ട്. ഒരു തവണ ആ ശ്വാസം തള്ളിയില്ല, ഞാനിവിടെ പിടഞ്ഞു വീഴും. 25 ഡോക്ടർമാരോട് സഹായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശ്വാസം നിങ്ങൾ കാണാതൊരു കരം തള്ളി നീക്കുക. ഞാൻ ഈ ഒത്തിരി മരണത്തിനും ശവടക്കിനും കല്യാണത്തിനും ഇവർക്കൊക്കെ അറിയാം, പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഈ മരണ വീട്ടിലൊക്കെ ഞാൻ പറയും, നിങ്ങൾ കണ്ടില്ലേ, ഒരു അപ്പൻ മോളുടെ നാളെ കല്യാണമാണ്, അപ്പൻ തലേ രാത്രി ഇതുപോലെ വലിയ ജനസദസ്സിൽ വെച്ച് പാടിക്കൊണ്ടിരിക്കുക, എസയ്യ പാടിക്കൊണ്ടിരിക്കുക. അടുത്ത സ്റ്റാൻസാ വരും മുമ്പ് പുള്ളി കുഴഞ്ഞു വീണു. സ്തോത്രം. TV ഉണ്ടാകും, ലൈവായി കണ്ടുകൊണ്ടിരിക്കുക. 33 വയസ്സ് പ്രായമുള്ള ഒരു TV റിപ്പോർട്ടർ ക്യാമറയുടെ മുമ്പിൽ കൊണ്ട് ലൈവായി പറഞ്ഞുകൊണ്ടിരിക്കുക. ആൾ താഴോട്ട് വീണ് തീർന്നു. 33 വയസ്സേ ഉള്ളൂ. ആന്ധ്രയിലൊരു പാസ്റ്റർ കല്യാണം നടത്തുക, ചെറുക്കനോട് ഉഭയസമ്മതവാചകം പറഞ്ഞു, പെണ്ണിനോട് ഉഭയസമ്മതവാചകം പറയാൻ തിരികെയും കുഴഞ്ഞവിടെ വീണു. നിങ്ങൾ കണ്ടതാ ഇതൊക്കെ. കേരളത്തിലൊരു ഒരു പുരോഹിതൻ അച്ഛൻ കല്യാണ സൂക്ഷ നടത്തി, സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ എഴുന്നേറ്റു, ഒരു വാചകം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞില്ല. അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ഇവിടെ ഒന്ന് കണ്ടുകൊണ്ട് നമ്മൾ നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഞാൻ ആകുന്ന കൃപയാൽ. എന്താ കണ്ട അഹങ്കരിക്കുന്നേ? പുറത്തേക്ക് വിട്ട് ശ്വാസം അകത്തേക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലെന്നീ പിണമായി പിടഞ്ഞു വീഴും. നമുക്കിവിടെ അഹങ്കരിക്കാനൊന്നും ഇല്ലെന്നേ. 2 കോടിയിൽ പരം ആളുകളെയാണ് കോവിഡ് കൊണ്ടുപോയത്. 2 കോടിയിൽ പരം അതിവിദഗ്ധ ഡോക്ടർമാർ. ഇത് മാമൂട്ട് കേൾക്കുന്നുണ്ടല്ലോ. അതിവിദഗ്ധ നേഴ്സുമാർ, വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ, അമേരിക്കൻ കോടീശ്വരന്മാർ, മുൻ പ്രസിഡന്റുമാർ, MP-മാർ, MLA-മാർ. 65 ലക്ഷം മാസവരുമാനമുണ്ടായിരുന്ന കടയുടെ വാടക മാത്രം ഡൽഹിയിലൊരു മനുഷ്യൻ 300 രൂപയുടെ റോക്സിന് വേണ്ടി പരക്കം പാഞ്ഞു. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. അപ്പം നമ്മൾ ചിന്തിക്കരുത് പോയവർ നമ്മളെക്കാൾ മോശക്കാരെന്നോ. അവർ നമ്മളെക്കാൾ മോശക്കാരായിട്ടല്ല, നമ്മൾ ബാക്കിയായി. അതിൻ്റെ പേരാ കൃപ. നമ്മളെക്കുറിച്ച് ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതിയുണ്ട് സഹോദരി, അതുകൊണ്ട് ബാക്കിയായതാണ്. ഒന്നുകൂടെ കൈ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം പറയാം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. 30-ാം സങ്കീർത്തനം വായിക്കുവാസേ 5-ാം വാക്യം. ഓരോ കാര്യങ്ങളും പറയാണ്. നമ്മുടെ സമയം വളരെ ചുരുങ്ങി വേഗത്തിൽ നിർത്തണം. 30-5 വായിച്ചാട്ട്, അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. രാത്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിൽ ആനന്ദഘോഷം വരുന്നു. കരച്ചിലുകൾ വർദ്ധിക്കും, കണ്ണുനീരുകൾ വർദ്ധിക്കും. കരച്ചിലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണുനീരുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മക്കളെ ഒരുക്കി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നല്ല യൂണിഫോമൊക്കെ ധരിപ്പിച്ച് സ്പ്രേയൊക്കെ അടിച്ച് വിടുന്ന മാതാപിതാക്കൾ വൈകിട്ട് ആ കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ശരീരം കണ്ട് നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. രാവിലെ ഓഫീസിലേക്ക് സന്തോഷത്തോടെ യാത്രയാക്കുന്ന ഭർത്താവിൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വീണ് കരയുന്നൊരു കാഴ്ചയാണ്. ഭൂമിയിൽ ഓർക്കുകിൽ എന്തൊരു സാധ്യം, ഭൂമിയിൽ ഓർക്കുകിൽ
എന്തൊരു സാധ്യം, സങ്കടം മാത്രമീ ലോകസമ്പാദ്യം. അങ്ങനെ അയക്കുക. സങ്കടമാ. ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ കേരളം അരിച്ചു പെറുക്കി യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ റോഡിലൂടെയൊക്കെ എത്രയോ ദിവസങ്ങൾ 12, 1 മണി, 4 മണിയൊക്കെ ഇങ്ങനെ. ഇവിടെ ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലം എവിടെ? മാമൂട്ടിലെ ദൈവംപടിയിൽ ഭയങ്കര മീറ്റിങ്ങൾ നടന്നിട്ടുണ്ട്, ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്, തൊട്ടപ്പുറം ഇപ്പുറം അല്ല. ഞാനത് പറയാൻ വന്നല്ല. ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഉയർന്നു നിൽക്കുന്ന 2 നില കെട്ടിടങ്ങളാണ്. ഇവിടെ കെട്ടിടങ്ങൾ വലുതാണ്. ഈ കെട്ടിടങ്ങളെക്കാൾ വലുതാണ് ഇവിടുത്തെ മതിലുകൾ. ഈ അമേരിക്കയുടെ പ്രത്യേകത, അമേരിക്കയിലെ വീട് പുറത്ത് നോക്കിയാൽ ഒന്നുമില്ല, അകത്തോട്ട് എന്നാൽ ഭയങ്കര സൗകര്യമാണ്. ഇവിടെ പുറത്തല്ല, അകത്ത് നിന്നാൽ ഒന്നുമില്ല അല്ലേ? അപ്പം ഞാൻ പറയാൻ വന്ന, വീടുകൾ ഭയങ്കരമാണ്, പക്ഷെ അകത്ത് കണ്ണുനീരാണ്, നിലവിളിയാണ്. വെച്ച് വിളമ്പുന്ന ചോറ് ഒന്നിച്ച് കഴിക്കാൻ കഴിയുന്നില്ല. ഒരു രാത്രി 12:30 മണി ഞാനിതുപോലെ സുവിശേഷവും പ്രസംഗിച്ച് പോകുമ്പോൾ എനിക്കൊരു കോള് വന്നു. 9 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞാണ്, ഇത് കള്ളം പറയുമല്ല, 9 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞാണ് വിളിച്ചേ. അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ, പപ്പ എൻ്റെ മമ്മിയെ കൊല്ലുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ എൻ്റെ നമ്പർ അവൾക്ക് എങ്ങനെ കിട്ടി? ഒന്ന് ഈ ടി വിയിൽ ഉണ്ടായിരുന്നു, പ്രസംഗത്തിലെങ്ങാനും കണ്ടതായിരിക്കും, അല്ലെ പുസ്തകം കാണും കിടന്നായിരിക്കും, എങ്ങനെയാണെന്നറിയില്ല. ഞാൻ ഞെട്ടിയത്, യവൻ അവളെ എങ്ങാനും കൊന്നാൽ ആദ്യം അന്വേഷണം എൻ്റെ പേർക്കാണ്, കാരണം അവിടുന്ന് ആദ്യം കോൾ എനിക്കാ വന്ന്. ഞാൻ പറഞ്ഞു, ദൈവമേ ഒന്നും സംഭവിക്കല്ലേ. നോക്കിയേ, വലിയ ബംഗ്ലാവാ, 9 വയസ്സ് കുഞ്ഞിന് സ്വസ്ഥതയില്ല. കണ്ടോ? ഇതുപോലെ ഓരോ കാര്യം ചിന്തിച്ച് നോക്കിയേ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആക്സിഡൻറ്റുകൾ, അപകടങ്ങൾ വർദ്ധിക്കുക. പണ്ടത്തെ പോലെ 3, 4, 5 ഒന്നും ഇല്ല, വീട്ടിൽ 1, 2 ഒക്കെ ഉള്ളൂ. കണ്ടതല്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ പറയുമ്പം കുറേ പിന്മാറ്റക്കാരും പെന്തക്കോസുകാരിന്ന് ഇതൊക്കെയാണ് പറയേണ്ടതെന്ന്. പിന്നെ ഏതാ പറയണ്ടേ? ദൈവവചന നിവൃത്തിയാണ് ഞങ്ങൾ അക്കമിട്ട് നിരത്തുന്നത്. യേശു വരാറായി, അവൻ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഒന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ ദൈവമക്കളെ. നോക്കിയേ, എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം ഒരു പ്രവചനമാണ്. 7-ാം അധ്യായം 25. എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം വായിച്ചോട്ടെ. എഗസ്കേൽ 7:25 വായിക്കാം. യെസ്, ഓണാക്കി വായിക്കും പാസ്റ്റേ. നാശം വരുന്നു കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ. വേദപുസ്തകത്തിലെ പ്രവചനം, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്നതാണ് എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായത്തിലെ പ്രമേയം. അതിൽ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്വർണം വീതിയിലെറിയും, വെള്ളി വീതിയിലെറികളയും, സ്വർണം മലമായി തോന്നും, അതുകൊണ്ട് അവർക്ക് വിശപ്പടങ്ങില്ല. ഇതൊക്കെ വലിച്ചെറിയുന്നൊരു കാലം വരും. അതിലൊക്കെ കടക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ട് ഈ ഭാഗം പറയാൻ. അന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളും. ഒരു കാര്യം വായിക്ക് പാസ്റ്ററെ, നാശം വരുന്നു. വായിക്ക്, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതിരിക്കും. അടുത്തത്, അപകടത്തിന്മേൽ അപകടവും ശ്രുതിയിന്മേൽ സ്തുതിയും വന്നുകൊണ്ടിരിക്കും. ഇംഗ്ലീഷ് ബൈബിളിൽ പല ഭാഷാന്തരങ്ങളുണ്ട്. ഡിസാസ്റ്റർ ആഫ്റ്റർ ഡിസാസ്റ്റർ. ചില ഭാഷാന്തരത്തിൽ ആക്സിഡന്റ് ആഫ്റ്റർ ആക്സിഡന്റ്, അപകടത്തിന്മേൽ അപകടവും സ്തുതിമേൽ സ്തുതി എന്നതിന് ഇംഗ്ലീഷിൽ ന്യൂസ് ആഫ്റ്റർ ന്യൂസ്. ഒരപകട വാർത്ത കേട്ടതിൻ്റെ പിറകാലെ അടുത്ത അപകട വാർത്ത കേൾക്കും. കാരണം പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളെന്ന് വെച്ച് ശക്തിയോടെ ഇറങ്ങി വരുന്നു. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, വീതിയിൽ നിന്നും വിശാല സ്ഥലത്തു നിന്നും യുവാക്കന്മാരെയും പൈതങ്ങളെയും തട്ടിക്കൊണ്ടു പോകുവാൻ റോഡുകളിൽ മരണം പതിയിരിക്കുന്നു. അപകടങ്ങൾ വർദ്ധിക്കും, ആക്സിഡൻറ്റുകൾ പെരുകും. എന്നാൽ കരയുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം വിടുവിക്കും. ശക്തിയോടെന്ന് ദൈവത്തെ ആരാധിച്ച് കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഇത് പ്രവചനമാണ്. ഞാൻ സഹോദരിമാരോട് പറയാറുണ്ട്, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് വാഹനവുമായി റോഡിലിറങ്ങുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ, അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, കറി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്തോത്രത്തിൽ ജാഗരിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓർത്ത്, നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തിൽ കരയണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ കരഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞായിരിക്കുന്നിടത്ത്, നിങ്ങളുടെ പ്രിയപ്പെട്ടനായിരിക്കുന്നിടത്ത് രക്തം അവൻ അടയാളമായിരിക്കും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപകടം വർദ്ധിക്കും, ആക്സിഡൻറ്റ് പെരുകും,
എന്തോ വീടിൻ്റെ ഏക ആശ്രയങ്ങളെ പിശാചി തകർക്കുകയല്ലേ. കുഞ്ഞേ, എന്നെ കേൾക്കുന്ന സുഹൃത്തേ, ചെറുപ്പക്കാരാ, നീ വഴി തീരേണ്ടവനല്ല. നീ വീടിൻ്റെ ഏക ആശ്രയമാ. നിന്നെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേദോസൊരു വാക്യം വിളിച്ചു പറയാൻ കർത്താവ് പറയുന്നു, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും ശത്രു എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവനെ ജയിച്ചില്ല. പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു, നിന്നെ വഴികൾ തകർക്കാൻ, റോഡ് ആക്സിഡന്റ് മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയാൻ ദുഷ്ടപിശാച് പദ്ധതിയിട്ടെങ്കിലും ദൈവത്തിന് പ്ലാൻ ഉണ്ടായതിനാൽ അവന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ഈ രാത്രിയോട് സ്തോത്രം പറയാൻ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒത്തിരി ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു കാലമാണ്. വളരെ പ്രാർത്ഥിച്ചോണം. കാരണം നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോഴേ, ഞാൻ ഇത് കൊമ്മളി ചങ്ങനാശ്ശേരി റോഡാണ്. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ വണ്ടി ഓടിച്ച് വരുന്നവനൊന്നും അഭിഷേകം പ്രാപിച്ചവനൊന്നും അല്ല, ദുരാത്മാവ് ബാധിച്ചവനായി വരുന്നത്. ഒന്നാ വെള്ളമാണ്, അതിൻ്റെ കൂടെ ലഗ്യവും ബാധിച്ചവനായി വരുന്നത്. അച്ഛാ, നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേ, അല്ലെ നിങ്ങൾ ആ സ്കൂട്ടറിൽ പോകുമ്പോഴേ, നിങ്ങൾ ആ സൈക്കിളിൽ പോകുമ്പോഴേ, അവൻ്റെ കൈക്ക് പിടിച്ചൊന്ന് തിരിച്ചാൽ പോരെ പിശാചിന്? അല്ലേ വാസേ? അവൻ തിരിക്കാഞ്ഞിട്ടല്ല, നിന്റെ മേലൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അവൻ തിരിക്കാഞ്ഞിട്ടല്ല. കുഞ്ഞെ, ഒന്നും ഞാൻ പറയാം, നിന്നെ എത്ര തവണ വഴിയിൽ തകർക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ വഴിയിൽ തകർക്കാൻ ദുഷ്ടപിശാച് പദ്ധതിയിട്ടപ്പോൾ പലപ്പോഴും നീ അറിയാതെ ഒരു കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. കാരണം നിന്റെ പപ്പായുടെ കണ്ണുനീർ, നിന്റെ അമ്മയുടെ കണ്ണുനീർ, നിന്റെ സഭയുടെ കണ്ണുനീരാണ്. കരയാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും. വർഷം മുഴുവൻ നിന്ന് വെള്ളവും വളവും വലിച്ചു പിടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ തകർക്കാൻ, വെട്ടിക്കളയാൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം നൽകിയില്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഒരു വീട്ടിൽ കരയാൻ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയോർത്ത് ആ കുടുംബത്തിന് ന്യായവിധേയം താമസിപ്പിക്കും. ശംഭന. ഒരു സഭയിൽ ഒരു കുടുംബം കരയാനുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധേയം താമസിപ്പിക്കും. ഒരു ദേശത്ത് 10 ദൈവമക്കളുണ്ടെങ്കിൽ ആ ദൈവമക്കളെ ഓർത്ത് ആ ദേശത്തിന് ന്യായവിധേയം താമസിപ്പിക്കും. കരയാൻ ആരോ ഉള്ളതുകൊണ്ടാ. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഈ നമ്മുടെ ഈ പിള്ളേരെ, ഞാനല്ല, ഈ പിള്ളേർ ചെറുപ്പക്കാരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഈ പ്രസംഗിക്കുന്നത്. ഉള്ളവർക്ക് വേണ്ടി ഞാൻ പറയാം. ഈ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേരുടെ ചിന്ത അത് റോക്കറ്റാന്നാ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ വരുമ്പോൾ എൻ്റെ ദൈവമേ, യുവന്മാരുടെ പോക്കും വരവും കാണേണ്ടതാ. പണ്ട് ഈ ഹെലികോപ്റ്ററും റോക്കറ്റും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. സാധാരണ വിമാനവും റോക്കറ്റും തമ്മിൽ. അപ്പോൾ ഈ സാധാരണ വിമാനം പറഞ്ഞിടാവേ, ഞങ്ങൾ ഈ റൺവേയിലൊക്കെ ഒന്ന് നിരങ്ങി നീങ്ങിയിട്ടാണ് ഇങ്ങനെ ഫും പറഞ്ഞ് പോകുന്നേ. റോക്കറ്റിനോട് പറയാം, നീ ഇങ്ങോട്ട് വരുന്നതും കാണാം, ഫും മേളോട്ട് പോകുന്നതും കാണാമെന്ന്. ഉടനെ റോക്കറ്റ് പറയാം, എൻ്റെ ചേട്ടാ, നിന്നെപ്പോലെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ മേളോട്ട് പോകണമെന്ന് ആഗ്രഹം, പക്ഷെ മൂടിന് തീ പിടിച്ചാൽ പിന്നെ എന്നാ ചെയ്യാനാന്ന്. റോക്കറ്റിന് മൂടിന് തീയാ. സത്യം പറയാവാ, ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്ക് കണ്ട അവൻ മൂടിന് തീ പിടിച്ചിട്ട് പോകാമെന്നവനാ വന്ന. മൂടിന് തീ പിടിച്ചേക്കുക. ഞാൻ ഒരിക്കൽ ഈ അടുത്ത സമയത്ത്, കഴിഞ്ഞ ആഴ്ച പൂനെയിലായിരുന്നു, ദേവദാസം പറഞ്ഞല്ലോ, അതിന് അങ്ങേ ആഴ്ച അഹമ്മദാബാദായിരുന്നു. അപ്പോൾ ഈ അടുത്ത് കുറേ ദിവസം കാണുന്ന മുമ്പാണ് ഞാൻ ഈ ബോംബെ പോയപ്പോൾ എനിക്ക് അപ്പുറത്തോട്ടൊന്ന് പോയാൽ മതി. അപ്പോൾ എന്നെ അവിടെ വെയിറ്റ് ചെയ്ത ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ അവർ ടാക്സി പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇത്തിരി അല്ല ഉള്ളൂ ടാക്സി, എന്നാൽ പിന്നെ ടാക്സി പിടിച്ചോളാൻ പറഞ്ഞപ്പം അവിടുത്തെ കൊച്ചൻ പെട്ടെന്നൊരു വണ്ടി എടുപ്പിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ട് കുറുന്നും കൊണ്ട് നിർത്തി പറഞ്ഞു, അങ്കിൾ ഇങ്ങോട്ട് കയറിക്കോ, ഞാൻ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അവൻ ഈ സാധനം ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയപ്പോഴേ അതിൻ്റെ ബാക്ക് വശം നോക്കിയപ്പോൾ എന്നാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പുറവശം ഇങ്ങനെ പോയിരിക്കും. എൻ്റെ ദൈവമേ, ഞാനിതിൽ കയറാൻ പെട്ട പാട്, ഒരു കൊരണ്ടി വേണം ഇത് കയറാനായിട്ട്. ഇതേലോട്ട് കയറിയതും ഇവനൊരു പിടിപ്പീര പമ്മെന്നും പറഞ്ഞിട്ട് ഒരൊറ്റ കുതിപ്പീര. ഞാൻ ഒത്തിരി അതിനകത്ത് സ്തോത്രം പറഞ്ഞു, ഒത്തിരി സ്തോത്രം പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, കുഞ്ഞെ ഇതിന് എത്ര ലക്ഷമായടാ? 2,80,000. അപ്പം കെ ചെറിയാച്ചൻ പറഞ്ഞ പോലെ, നിന്നെ അല്ല അടിക്കേണ്ടത്, നിൻ്റെ അപ്പനെയാ അതല്ലേണ്ടത്. ചെറിയാച്ചൻ അതൊക്കെ പറയും. ചെറിയാച്ചൻ
കാരണം നിൻ്റെ അപ്പന് 350 രൂപയുടെ ഒരു സൈക്കിൾ വാങ്ങാൻ നിർവാഹമില്ലാത്തടത്തു നിന്ന് നിന്നെ ഇതുവരെ എത്തിച്ചപ്പം നീ ദൈവസന്നിധിയിൽ അഹങ്കരിക്കരുത്. പെന്തക്കോസുകാരനോടാണ് ഞാൻ പറയുന്നത്, നിന്റെ തലമുറയോടാണ് ഞാൻ പറയുന്നത്, അഹങ്കരിക്കരുത്. ഓരോ തവണ വാഹനത്തിൽ കയറുമ്പോഴും നീ കർത്താവിനോട് പറയണം, അപ്പച്ചാ, യേശുവേ, ദൈവമേ, ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, അങ്ങ് തന്നെ ഡ്രൈവ് ചെയ്യണം. അല്ല അഹങ്കരിച്ച് നിഗളിച്ചു അല്ല വണ്ടി ഓടിക്കേണ്ടത്. താഴ്മയോട് വേണം, വിനയത്തോട് വേണം, വളരെ കരഞ്ഞോണം. സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഉഷസ്സിലോ ഞാൻ പിന്നെ പറയാം. സന്ധിയുടെ പ്രത്യേകത കരച്ചിൽ. സ്തോത്രം. ഇനി സന്ധിയുടെ അടുത്ത പ്രത്യേകത പറഞ്ഞിട്ട് 1-2 കാര്യം പറഞ്ഞ് വിടാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം 5-ാമത്തെ കാര്യം പറഞ്ഞത്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാട്ട്. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും. പകലുള്ളവരും രാത്രിയുള്ളവരും ഉണ്ട്. അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമ്മൾ വായിച്ചത് ഉറങ്ങുന്നവർ ദൈവമക്കളെ, ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. അപ്പം മദ്യപാനം കൂടും, കുടി വർദ്ധിക്കും രാത്രിയിൽ. വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകുന്നവർക്കും മദ്യം രുചിച്ച് നോക്കാൻ പോകുന്നവർ. അപ്പം നേരം വൈകുമ്പം രാത്രിയാകുമ്പം കുടി കൂടും. ഈ വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാം. ഇപ്പം ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഈ രാത്രിയിൽ നിന്നൊന്നുമല്ല, 24 അവേഴ്സും ചില വെള്ളത്തിൻ്റെ മണ്ടയ്ക്കാണ്. വഴിയിലൊക്കെ അവൻ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വഴിമാറ്റി കൊണ്ടുപോകണം. ഈ രാത്രിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നടുക്ക് കിടക്കുന്ന കാണാൻ ചിലരൊക്കെ. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, ഇവനെയൊന്നും പാമ്പിനും വേണ്ടായോ ഒന്ന്. നാളിൽ ഓനപ്പന്നമ്പാടൻ MLA പറഞ്ഞ പോലെ, നല്ല കുടിയന് കിടക്കാൻ പാവേണ്ട, ഉറങ്ങാൻ തലയണ വേണ്ട. അതുമാത്രമല്ല, അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, നല്ല കുടിയൻ്റെ വീട്ടിൽ കള്ളൻ കയറത്തില്ലെന്ന്. കാരണം നല്ല കള്ളൻ അറിയാൻ കയറിയാൽ എടുക്കാൻ അവിടെ ഒന്നും ഇല്ലെന്ന്. പിന്നെ അയാൾ പറഞ്ഞു, നല്ല കുടിയൻ്റെ തലമുടി നരയ്ക്കത്തില്ലെന്ന്. എന്താ തലമുടി നരയ്ക്കുന്നിടം വരെ അവൻ ഇരിക്കത്തില്ല. അവൻ്റെ തലമുടി ഡൈ ആകുമ്പോൾ അവൻ ഡൈ ആയി പോവും. മദ്യപാനം കൂടിയിരിക്കുക. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, എന്തോന്നറിയാമോ? നശിക്കുമാറായവന്, ഇല്ലേ, 31 സദൃശവാക്യം 36-7 നശിക്കുമാറായവന് വീഞ്ഞ്. നശിക്കാൻ പോവാ. അതിന് തെളിവായത്. കേരളത്തിൽ ഏറ്റവും അധികം മദ്യം ചിലവാകുന്ന 2 അവസരമുണ്ട്. എപ്പോഴൊക്കെയാ? ക്രിസ്മസിനും ഈസ്റ്ററിനും. ഇപ്പം എന്തേ തുടങ്ങി സ്റ്റാർ തൂക്കാൻ. ഈ ചങ്ങനാശ്ശേരി വഴിയാണ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ അടുത്ത സമയത്ത് ഇവിടെ മൊത്തം സ്റ്റാറാണ്. ഡിസംബർ വരാൻ പോവാ. ഈ ക്രിസ്മസ് അടുക്കുമ്പോൾ ഈ കോട്ടയത്തും ചങ്ങനാശ്ശേരിക്കിലും ഇവിടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ വീടുകളിലൊക്കെ 1 അല്ല 2 സ്റ്റാർ. ഇവിടുത്തെ ഷാപ്പിലും ബാർ ഹോട്ടലിലും മുഴുവൻ നിരത്തി അങ്ങ് സ്റ്റാർ. കാരണം വിദ്വാൻമാർ വഴിതെറ്റാതെ വന്നിങ്ങ് കയറിക്കോട്ടെന്ന് വിചാരിച്ചു. ഇവിടെ യേശു ജനിച്ചു, അത് നിനക്കെന്നാ? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് പോകണം. യേശു മരിച്ചു, അതിനെന്നാ ഗുണം? അപ്പോഴും നിന്നെ കൊണ്ട് ഷാപ്പുകാരന് പോകണം. യേശു ഉയർത്തെഴുന്നേറ്റു, അതിന് നിനക്കെന്നാ ഗുണം? അപ്പോഴും ഷാപ്പുകാരന് പോകണം. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ആ ഇഷ്ടത്താൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു ആണ്ടിലാണ്ടിൽ ജനിക്കുന്നില്ല, യേശു ആണ്ടിലാണ്ടിൽ മരിക്കുന്നില്ല, യേശു ആണ്ടിലാണ്ടിൽ ഉയർക്കുന്നില്ല. അവൻ ഒരിക്കൽ ജനിച്ചു, അവൻ ഒരിക്കൽ മരിച്ചു, അവൻ ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റു. ഇനി അവൻ രാജാതിരാജാവായി മടങ്ങി വരും. എല്ലാവരും ശക്തിയോട് കർത്താവിനെ സ്തുതിച്ചേ. എല്ലാവരും കയ്യൊന്ന് അടിച്ച് അന്യഭാഷ ദൈവത്തെ ആരാധിച്ചേ. നമ്മുടെ കർത്താവ് വരാറായി. എനിക്ക് കണക്കൊക്കെ ഉണ്ട്. എത്ര കോടിയാ? 500-600 കോടിയാ മദ്യപാനം കൂടിക്കൊണ്ടിരിക്കുക. അതായത് 1985 കാലഘട്ടത്തിൽ കേരളം 56 കോടി, ഔദ്യോഗിക കണക്ക് 56 കോടിയുടെ മദ്യമാണ് ഒരു വർഷം കുടിച്ചതെങ്കിൽ 2000-2001 1337 കോടിയായി. പിന്നെ 2000-2006 2635 അത് 2010-11 6750 കോടിയായി. പിന്നെ 12-13 8813 കോടിയായി. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ 22 ആയപ്പോൾ 26,000 കോടി കുടിച്ച് തീർക്കുക. ഈ ബിവറേജ് കോർപ്പറേഷൻ ഉണ്ട് ഇവിടെയൊക്കെ. അതിൻ്റെ മുമ്പിൽ ഈ
കച്ചായന്മാർ പോയി ക്യൂ നിൽക്കുന്ന കണ്ടാൽ എന്തോ ഒരു അച്ചടക്കമാ. പട്ടി തേങ്ങാവെള്ളത്തിന് ക്യൂ നിൽക്കുന്ന പോലെ നിൽക്കുക. എന്തോ ഒരു അച്ചടക്കമാ. ഒരഭിമാനക്കേടുമില്ല ഈ പേവെള്ളത്തിന് ക്യൂ നിൽക്കാൻ. പക്ഷേ ഈ കൺവെൻഷൻ ഒന്ന് വന്നിരിക്കുന്നത് അവന് നാണം കേടാ. നിനക്കിത് അപമാനമാണെങ്കിൽ ഞങ്ങൾക്കിത് അഭിമാനമാ. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ ഇന്തോനേഷ്യയിൽ പോയില്ലെങ്കിലും, സൗത്ത് ആഫ്രിക്കയിൽ പോയില്ലെങ്കിലും, കെനിയായി പോയില്ലെങ്കിലും, കൊറിയയിൽ പോയില്ലെങ്കിലും, അമേരിക്കയിൽ പോയില്ലെങ്കിലും, നിന്റെ തലമുറ നിന്റെ കൺമുമ്പിൽ ആത്മീയനായി നിൽക്കുന്ന ദൈവത്തിന് സ്തോത്രം പറയണം. ഇവിടുത്തെ ഏതപ്പനുണ്ട് മക്കളെക്കുറിച്ച് തൻ്റെ ഇടം? അതൊക്കെ കഴിഞ്ഞു. ഇപ്പം എന്താ കേൾക്കുന്നത്? 300 കോടിയുടെ ഡ്രഗ്സ്, ഗേഡങ്ങ് കൂടി 500 കോടിയുടെ 40 കോടിയുടെ പെണ്ണും ആണും വാഹകര. അപ്പം ഇതൊക്കെ കഴിഞ്ഞെന്ന് തലമുറ. മക്കളെ കൊണ്ട് ജലങ്ങ് വെച്ച് വീട്ടിൽ വരുമ്പോൾ അപ്പൻ അറിയുന്നേ തൻ്റെ ഇടം ഉണ്ടോ? മക്കൾ കുടിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടോ? സ്തോത്രം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. ആ ഭാഗ്യം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ്. എന്തോ ഒരു പ്രശ്നങ്ങളാണ് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നാ വന്നാലും കൂടിയാ, എന്നാ വന്നാലും. കുഞ്ഞ് ജനിച്ചാൽ കുപ്പി പൊട്ടിയിട്ട്, കുഞ്ഞ് മരിച്ചാലും കുപ്പി പൊട്ടിയിട്ട്, 10ാം ക്ലാസ് പാസ്സായാൽ കുപ്പി പൊട്ടിയിട്ട്, തോറ്റാലും കുപ്പി പൊട്ടിയിട്ട്, പ്രൊമോഷൻ കിട്ടിയാൽ കുപ്പി പൊട്ടിയിട്ട്, സസ്പെൻഷൻ കിട്ടിയാലും കുപ്പി പൊട്ടിയിട്ട്, വിവാഹ വാർഷികത്തിന് കുപ്പി പൊട്ടിയിട്ട്, വിവാഹം പൊട്ടിയാലും കുപ്പി പൊട്ടിയിട്ട്, ദുഃഖം മാറാൻ കുപ്പി പൊട്ടിയിട്ട്, സന്തോഷമുണ്ട് കുപ്പി പൊട്ടിയിട്ട്, സർവ്വരോഗ സംസാരി. ടി വിയിൽ എന്നാ കാണുന്നേ? ഒരു വീട്ടിൽ കടഭാരം, അങ്ങോട്ട് 2 കാലേ പോകുന്നവൻ 4 കാലേ വരിക, അല്ലെ സിഗരറ്റ് തീ കൊളുത്തുക. അപ്പം ഈ ടി വി, സിനിമ, ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് പ്രശ്നം വന്നാൽ കുപ്പി പൊട്ടിച്ചോണമെന്നാ. പക്ഷെ വേദപുസ്തകം പറയുന്ന പ്രശ്നം വരുമ്പോൾ കുപ്പി പൊട്ടിക്കാനല്ല. നീയും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളും കൈയോട് കൈ ഓർത്ത് പിടിച്ച് മുട്ടിമേന്ന് കര പ്രാർത്ഥിക്ക. സകല പ്രശ്നത്തിനും പരിഹാരിയായവൻ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരും. എന്നോട് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സുഹൃത്തേ, അച്ഛൻ പറഞ്ഞില്ലേ, ആർക്കും മാറ്റം വരുത്താൻ കഴിയാഞ്ഞ മദ്യപാനത്തിൽ നിന്ന് MC ജോർജ് അച്ചാനെ വിടുവിച്ച ദൈവത്തിന് നിന്നെ വിടുവിപ്പാൻ കഴിയും. ഞങ്ങളെയൊക്കെ വിടുവിച്ച ദൈവം, വീട്ടിലിരിക്കുന്നവരെയൊക്കെ. മദ്യപാനം കൂടുന്നു, വെറിക്കൂത്ത്, ശയനമോഹം, ദുഷ്കാമം ഇവ വർദ്ധിക്കുന്നു. അവിടെ വായിച്ചതാണ്, മദ്യപാനത്തിലും ശയനമോഹത്തിലും ദുഷ്കാമൊക്കെ വിരിക്കാൻ നേരമില്ല. 13:11-13 ഫീസിൽ 5:11 ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ വർദ്ധിക്കുന്നു. എന്താ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തി? മോഷണം, പിടിച്ചുപറി, ഇതൊക്കെ കുടിയാണ്. പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിച്ചാൽ 5 പാപങ്ങളുടെ വർധന ഇവിടെ ഉണ്ടാകും. അതൊന്ന് വായിച്ചിട്ട് ഭാഗം വിടാം പാസ്റ്ററെ. 9-ാം അധ്യായം 20-21 വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം. വിഗ്രഹാരാധന, കുലപാതകം, മോഷണം, ക്ഷുദ്രപ്രയോഗം, ദുർനടപ്പ്, അന്ത്യകാലത്ത് വർദ്ധിക്കുന്ന 5 പാപങ്ങളാണ്. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, ഇത്5ഉം ഇവിടെ വർദ്ധിച്ചു കഴിഞ്ഞു. ഇരുട്ട് വ്യാപിക്കുന്നു, പാപം പെരുകുന്നു, ദുഷ്ടത വർദ്ധിക്കുന്നു, മനുഷ്യനിവിടെ ജീവിപ്പാൻ കഴിയാത്ത കാലം വരുന്നു. ഇത് കുറയാൻ പോവല്ല, ഇത് കൂടാൻ പോവാ. ഇതിൻ്റെ മൂർധന്യം എപ്പോഴെത്തുമെന്നറിയാമോ? യേശു ക്രിസ്തു വരും, സഭ ഇവിടുന്ന് മാറ്റപ്പെടും, ഭൂമി അന്ധകാരം കൊണ്ട് മൂടപ്പെടും. അതുവരെ തടുക്കുന്നവൻ വഴി നീങ്ങിപ്പോകണം. ഞാനിവിടെ വന്നത് രാത്രിയെക്കുറിച്ച് പറഞ്ഞു പോകാനല്ല, ഒരു പ്രഭാതമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കൈ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ട്. രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമാം, മർത്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമാ. കൈയടിച്ചേ. രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമാം, മർത്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമാ. എണ്ണമില്ലാത്ത വിശുദ്ധർ പൊൻകുരു തോലയുമായി വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയ രാഗത്താൽ. എണ്ണമില്ലാത്ത വിശുദ്ധർ പൊൻകുരു തോലയുമായി
വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയ രാഗത്താൽ യേശുവൻ എല്ലാവരും കൈയടിച്ചേ സംഗതിയോടെ. ആശ്രയം തന്നാമം അനമം സുസ്ഥിരമേ യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം തന്നാമം അനമം സുസ്ഥിരമേ കൺകൾക്കിമ്പമായ ദൊക്കെയും നശ്വരമേ മണ്ണിൻ ഭാഗ്യമെല്ലാം മാറി മറിഞ്ഞിടുമേ കണ്ണുകൾക്കിമ്പമായോടെ മണ്ണിൻ ഭാഗ്യമെല്ലാം മാറി മറഞ്ഞിടുമേ. വേദന മാത്രമാണെന്നും ജീവിതം നാളുകളിൽ മോദങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ. വേദന മാത്രമാണെന്നും ജീവിത നാളുകളിൽ മോദങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ യേശുവൻ സങ്കേതം കൈയടിച്ച് പാടിയേ പറയുമേ. ആശ്രയം നാമം അനമസുസ്ഥിരമേ ഓ യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം നാമം അനമസുസ്ഥിരമേ ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലകയാൽ ശോകക്കൊടും കാറ്റിലൂടെ ഓടിമറയുന്നു ഞാൻ. ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലകയാൽ ശോകക്കൊടും കാറ്റിലൂടെ ഓ ദൂരെ ദൂരെ കാണും എന്നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ചെറുപാടികേ ശതയോടെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ കാണും എന്നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും എന്നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ കാണോ നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം തന്നാമം അനമസുസ്ഥിരമേ യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം തന്നാമം അനമസുസ്ഥിരമേ. ഓ മുഴങ്ങും കാകളമെല്ലാം ഗംഭീരനാദത്തോടെ ധ്വനിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധരുയർക്കവേ. മുഴങ്ങും കാകളമെല്ലാം ഗംഭീരനാദത്തോടെ ധ്വനിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധരുയർക്കവേ. തേജസമ്പൂർണ്ണനാമേശു മേഘത്തിൽ വന്നിടുമ്പോൾ ജ്യോതിസുബോധനേക്കും തൻകൂടെ വാഴുന്ന തേജസമ്പൂർണ്ണനാമേശു മേഘത്തിൽ വന്നിടുമ്പോൾ ജ്യോതിസ് പോലെ തൻകൂടെ വാഴുന്ന യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം തന്നാമം അനമസുസ്ഥിരമേ യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം തന്നാമം അനമസുസ്ഥിരമേ യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം തന്നാമം അനമസുസ്ഥിരമേ. നമ്മുടെ പ്രത്യാശ ദൂരെ ദൂരെ കാണും എന്നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങ് ചേരും അതത്ര ഭാഗ്യമേ. എത്രയൊക്കെ പ്രത്യാശയുണ്ട് കൈ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം. ഇത് മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല ഞങ്ങൾ ജീവിക്കുന്നത്. കാണുന്ന താൽക്കാലികമാ, കാണാത്ത നിത്യമാ. സുഹൃത്തെ, ഒന്നുകിൽ മരണത്താൽ നിങ്ങൾ പോകാൻ പോകുന്നത് അന്ധകാര നിബിഡമായ നരകം, സ്പർശിക്കത്തക്ക ഇരുൾ, കൂരിരുട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ചാകാത്ത പുഴു, കെടാത്ത തീയിലേക്ക് നിങ്ങൾ വീഴും. അല്ല, നിങ്ങളിവിടെ ജീവിച്ചിരുന്നാലും കർത്താവിൻ്റെ സഭ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഭൂമി അന്ധകാരം കൊണ്ട് നിറയും. എന്നാൽ വിശുദ്ധന്മാരുടെ പ്രത്യാശ രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടണം. സന്തോഷത്തോട് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാൽ
എന്താണ് പകലിൻ്റെ പ്രത്യേകത? അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഞങ്ങൾ കാത്തിരിക്കുന്നത് പകലിന് വേണ്ടിയാണ്. പകലിൻ്റെ പ്രത്യേകത ഉണർവിൻ്റെ വേളയാണ്. മലാക്കി പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സൂര്യനുദിക്കുന്ന വേളയാണ്. നോക്കൂ, ഇപ്പോൾ അന്ധകാരം മൂടിയിരിക്കുകയാണ്. നേരം വെളുക്കും, സൂര്യനുദിക്കും. അതിനു മുമ്പ് പക്ഷികളെല്ലാം ചിലയ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ സകല പക്ഷിയും ചിലയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നീതി സൂര്യനുദിക്കാൻ പോകുന്നു. വായിക്കാം, മലാക്കി പ്രവചനം 4:1. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. അടുത്ത വാക്യം, വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മനുഷ്യരിപ്പം ചോദിക്കുന്നൊരു കാര്യമാണ്, ദൈവം ഉണ്ട്. എല്ലാവരും ഇപ്പം ചോദിക്കുക, ദൈവം ഉണ്ട്, എന്താ ഇങ്ങനൊക്കെ, ഇവനെയൊക്കെ എന്താ ശിക്ഷിക്കാത്ത, ഇതൊക്കെ എന്താ നടക്കുന്നത്? ഒരു നിരീശ്വരവാദി പറഞ്ഞു, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആ ദൈവം മരിച്ചു പോയെന്ന്, ഇല്ലെങ്കിൽ ആ ദൈവത്തിന് പ്രായമായി ഇപ്പം കണ്ണൊന്നും കാണത്തില്ലെന്ന്. ഇതോ പരിഹാസമാ. ഗതിഭേദത്താൽ ആച്ഛാദനമുള്ളവനല്ല ഞങ്ങളുടെ ദൈവം. സ്തോത്രം. അവൻ അനാഥ്യനാണ്, ആദ്യന്തമില്ലാത്തവനാണ്, അല്പയും മോകയുമാണ്. അവൻ സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്. പിന്നെ ഈ നീ ചെയ്യുന്നതിനെല്ലാം ഉടനെ അടിക്കാത്തത് എന്താണെന്നറിയാമോ? അടി ഒന്നിച്ചു തരാനാ. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരു കൊമ്പും ശേഷിപ്പിക്കാൻ നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അടുത്ത വാക്യം കേട്ടോ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞ് രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങളും തുരുത്തിൽ നിന്ന് പുറപ്പെട്ട പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. സ്തോത്രം, സ്തോത്രം. രോഗോപശാന്തിയോട് ഉദിക്കും. ഇവിടെ എത്ര രോഗശാന്തി ക്രൂസൈഡ് നടത്തിയാലും, ഇവിടെ എത്ര ശാമുക്തി നടത്തിയാലും രോഗം ഇവിടെ കാണും. എത്ര മെഡിക്കൽ കോളേജ് പെരുകിയാലും രോഗം ഇവിടെ വർദ്ധിക്കും. എന്നാൽ ഒരു രാജാവ് നീതിയോടെ വാഴും. എനിക്ക് രോഗമെന്ന് ആരും വന്ന് പറയില്ല. നീതി സൂര്യൻ വരും, അവനെല്ലാം കണ്ണിന് തുടച്ചു കളയും. യാതൊരു ശാപം ഇനി ഉണ്ടാകില്ല. അതുവരെ ഇതൊക്കെ ഇവിടെ കാണും. സ്തോത്രം. അപ്പോൾ 1 ഉണർവിൻ്റെ സമയം, 2 സൂര്യൻ ഉദിക്കുന്ന സമയം. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. വേഗത്തിൽ വായിച്ച പാസ്റ്ററെ, ഹോശേയ 6:3. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. എന്താ അതിന്റെ അർത്ഥം? അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്ന് പറഞ്ഞാൽ, നാളെ സൂര്യൻ ഉദിക്കുമെന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസ്രയനായ യേശു മടങ്ങി വരും. സത്യം. സ്വതന്ത്രം. അങ്ങോട്ട് ഇതിൽ കൂടുതൽ എന്നാ വിചാരം പറയാനാ? നാളെ സൂര്യൻ ഉദിക്കരുത് ഇന്ത്യൻ പാർലമെന്റ് കൂടി പ്രമേയം പാസാക്കിയാലും നാളെ സൂര്യൻ ഉദിക്കും. നാളെ സൂര്യൻ ഉദിക്കരുതെന്ന് അമേരിക്കൻ സെനറ്റ് കൂടി പ്രമേയം പാസാക്കിയാലും നാളെ സൂര്യൻ ഉദിക്കും. സകല അന്ധകാര ശക്തികൾ വിചാരിച്ചാലും നീതി സൂര്യനായ ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാതിരിക്കില്ല. അവൻ്റെ മടങ്ങി വരവ് സത്യം. യേശു മടങ്ങി വരും, സൂര്യൻ ഉദിക്കും. അതല്ലാതെ പ്രശ്നം പരിഹരിക്കില്ല. ഞാൻ പറയാറുണ്ട്, ഇവിടെ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. എനിക്കൊരവസരം തന്നാൽ ഞാനിത് നന്നാക്കാമായിരുന്നു ആരും പറയരുത്. എല്ലാവരും അവസരം കൊടുക്കുക. ഇവനെല്ലാം ഇരുന്നും നിന്നും ഭരിച്ചും മുടിച്ച് മാറിക്കഴിഞ്ഞ് എന്നെ കൊണ്ട് നന്നാക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുമ്പോൾ ഭരിക്കാൻ അറിയാവുന്നവൻ ഇറങ്ങി വരും. ഒരു രാജാവ് നീതിയോടെ വാഴും. പ്രഭുക്കന്മാർ ന്യായത്തോട് ന്യായപാലനം നടത്തും. അതുവരെ നമുക്ക് നീതിയൊന്നും കിട്ടത്തില്ല. ഇവനൊക്കെ കൈയിട്ട് വാരി അടിക്കുകയും ചെയ്യും, ഏതവനായാലും. സ്തോത്രം. ആരാണ്ട് പറഞ്ഞോ, കോരൻ ഇപ്പോഴും കുമ്പിളില്ല കഞ്ഞി. സ്തോത്രം. ചുമ്മാ പ്രതീക്ഷയുണ്ടെന്നേ ഉള്ളെന്ന് ഇല്ല. പ്രതീക്ഷയ്ക്ക് വാക യേശുവിൻ്റെ വരവാണ്. സ്തോത്രം. ആനന്ദഘോഷം വരും പ്രഭാതത്തിൽ. 30:5 ആനന്ദഘോഷം വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞു നിർത്താം, നിദ്രയിൽ നിന്ന് ഉണരുന്ന സമയം. ഇപ്പം രാത്രി നമ്മൾ ഉറങ്ങാൻ പോകും, അടുത്ത പ്രഭാതത്തിൽ ഉണർന്നു വരും. എന്താ വേദവസം പറഞ്ഞത്? 12 ആനിയപ്പനം 12:2 നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യലജ്ജയ്ക്കായും നിത്യജീവനായി ഉണരും.
എൻ്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. വേദപുസ്തകം മരണത്തിന് കൊടുത്ത മനോഹര പദം നിദ്ര. സ്തോത്രം. ശവമടക്കും, ശവമഞ്ചവും, ശവപ്പെട്ടിയും. സ്തോത്രം. സെമിത്തേരിയൊക്കെ മനുഷ്യന് പേടിയാ, ഞെട്ടല, കാണുന്ന പേടിയാ. പിന്നെ മരണത്തിന് ഒത്തിരി ഒത്തിരി പേര് പറയാറുണ്ട് മനുഷ്യൻ. എന്തൊക്കെയാ പേര് പറയുന്നത്? നിര്യാതനായി. അച്ചായനാണ്, മുതലാളിയാണ് നിര്യാതനായി. ചരമമടഞ്ഞു, രാജാവ് തീപ്പെട്ടു, നാട് നീങ്ങി, അന്തരിച്ചു, കാലം ചെയ്തു. പാവപ്പെട്ടവനാണ് ചത്തുപോയി, സത്തുപോയി. എല്ലാം ഒന്നാ. നിര്യാതനായി, കാലം ചെയ്തു, തീപ്പെട്ടു, നാട് നീങ്ങി, ചത്തുപോയി, എല്ലാം ഒന്നാ. പക്ഷെ അവിടെയും വേറുകൃതമാണ്, മനുഷ്യന് പേടിയാ. പക്ഷെ വേദവസം കൊടുത്ത മനോഹര പദം നിദ്ര. രാത്രിയിലെ നിന്റെ 1000 സംവത്സരം ഒരു ദിവസം പോലെയും. സ്തോത്രം. രാത്രിയിലെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൈവമക്കളുള്ളിൽ ഇത് കയറണം. എന്താണെന്നറിയാമോ? അതായത് 30 വർഷം മുമ്പ് നിദ്ര കൊള്ളുന്നൊരു ദൈവ പൈതൽ കർത്താവിൻ്റെ കാഹളം ഇന്ന് രാത്രിയിൽ ധ്വനിച്ചാൽ എഴുന്നേറ്റ് വരുന്നത് 30 വർഷത്തെ ക്ഷീണത്തോടല്ല, ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് എഴുന്നേറ്റ് വരുന്ന പോലെയാണ്. അതാ ഞങ്ങളുടെ പ്രത്യാശ. ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ യാത്രയാക്കുന്ന ഞങ്ങൾ പൊക്കൊന്നും പോയെന്നും പറഞ്ഞല്ല, വീണ്ടും കാണാമെന്ന് പറഞ്ഞാ ഞങ്ങൾ വീണ്ടും കാണും. എത്ര പ്രത്യാശയാണ് ക്രിസ്ത്യ ജീവിതം. ഈ ചേമ്പൂച്ച എലിയും പുലി ആകുന്നല്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനോട് സദൃശന്മാരാകും. ഇതാണ് ക്രിസ്ത്യ പ്രത്യാശ. രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്ത് ദൈവവൈതലേ റോമൻ തെരുവീതികളിൽ വെളിച്ചം നൽകുവാൻ ദൈവം ക്രിസ്ത്യാനികളെ പിടിച്ചു കൊണ്ടുപോയി കൽത്തൂണോട് ചേർത്ത് ബന്ധിച്ച് മെഴുകശീല കൊണ്ട് ചുറ്റി സന്ധ്യയാകുമ്പോൾ ഈ മെഴുകശീലയ്ക്ക് തീ കൊളുത്തുമായിരുന്നു. ഉച്ചമുള്ളങ്കാലു വരെ നിന്ന് കത്തി എരിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആ വിശുദ്ധന്മാരെ നോക്കി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നമ്മുടെ രാത്രി കഴിയാറായി, നമ്മുടെ പകലെടുത്ത് വരുന്നു. യേശു വരാതെ ഈ സങ്കടം മാറില്ല. ഒരു വാക്യം വായിച്ച് പുസ്തകം അടയ്ക്കാം. ജെരമ്യാ പ്രവചനം 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിന് മുമ്പേ നിങ്ങൾ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ. അടുത്ത വാക്യം. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസം കൂരിരുട്ടും വരുത്തും. നിങ്ങൾ കേട്ടനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവനിമിത്തം രഹസ്യത്തിൽ കരയും. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങൾ കുടുങ്ങിപ്പോകും മുമ്പ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സുഹൃത്തെ, സഹോദര, സഹോദരി, നാളെ നീളെ നിന്റെ രക്ഷ മാറ്റിവെക്കരുത്. മാനസാന്തരപ്പെടാൻ താമസിക്കരുത്, സ്നാനപ്പെടാൻ താമസിക്കരുത്, വിശുദ്ധ ജീവിതത്തിൽ താമസിക്കരുത്. ഇരുട്ട് വരും, എപ്പോഴെന്നറിയില്ല. ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ സഹായിപ്പാൻ കഴിയില്ല. ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുന്ന ചിന്തിച്ചവരല്ല. ഞങ്ങൾ എത്രയോ ശവസംസ്കാരം നടത്തുന്നവരാ. പോയവരൊക്കെ അറിയാതെ പോയി. അതുപോലെ ഇവിടെ നമ്മളും പോവും. പക്ഷെ എവിടോട്ടാണ് പോകുന്നത്? അന്ധകാരത്തിലേക്കാണോ പ്രകാശത്തിലേക്കാണോ? ഇരുട്ട് വരുന്ന എപ്പോഴെന്നറിയില്ല. ഇരുട്ടാകും മുമ്പ്. അതുപോലെ തന്നെയാണ്, ഇമ്മിനൻ്റാണ് ലോകാവസാനം, കർത്താവിൻ്റെ വരവ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവമെന്ന് വരുന്ന പോലെ പെട്ടെന്ന് നാശം വരും. എന്നെ ദൂരെ കേൾക്കുന്ന സുഹൃത്തേ, എപ്പോഴാണ് നിന്റെ മൃത്യു വരുന്നതെന്നറിയില്ല. അന്ധകാരം നിന്നെ കാത്തിരിക്കുന്നു. ദൈവമക്കളെ സംബന്ധിച്ച് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവന് പ്രകാശ ദിനങ്ങൾ കാത്തിരിക്കുന്നു. 2 നിത്യതയുണ്ട്. ഒന്ന് ഈ സ്വർഗം, അല്ലെ നരകം. നരകമുണ്ടെന്ന് പറഞ്ഞ യേശുവാണ്. യേശു പോഷ്ക് പറയാത്തവനാണ്. എവർലാസ്റ്റിംഗ് ഡാമിനേഷൻ, എവർലാസ്റ്റിംഗ് കണ്ടമനേഷൻ, ഹെൽ ഫയറി, നിത്യനരകം, നിത്യനരകം, നിത്യയാതന സ്ഥലം, നിത്യ ശിക്ഷാവിധി. ദൈവവൈതൽ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി സിയോനിലേക്ക് വരും. നിത്യാനന്ദോടെ സ്ഥലമേൽ കുന്നിക്കും. 2 നിത്യതയുണ്ട്. നിങ്ങൾ എന്തിനായി ഒരുങ്ങുന്നു? യേശുവിനായി ഒരുങ്ങുക. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന അവസാന സന്ദേശം ഇതായിരിക്കാം, മാനസാന്തരത്തിൻ്റെ. ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. ഡോക്ടർ ബില്ലി ഗ്രഹാം ഈ കാലഘട്ടം ജീവിച്ചിരുന്ന ഏറ്റവും അധികം ആളുകളോട് സുവിശേഷം പ്രസംഗിച്ച ദൈവവൃത്തിയാണ്. അദ്ദേഹം അടുത്ത കുറേ കാലം മുമ്പ് മരിച്ചു. അദ്ദേഹം അമേരിക്കയിൽ ഒരു വലിയ മീറ്റിങ്ങിനെ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുമ്പോൾ അനേക കേൾവിക്കാരുണ്ടായിരുന്നു. ഒരു ക്യാബറ നർത്തകിയും ഉണ്ടായിരുന്നു. അവളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. മാനസാന്തരപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അവൾ പോകും മുമ്പ് ഡോക്ടർ ഗ്രഹാമിനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടർ ഗ്രഹാം, ഈ ദൂത് എന്നോടായിരുന്നു. എനിക്ക് മാനസാന്തരപ്പെടണമെന്നുണ്ട്, ബട്ട് നോട്ട് നൗ ബട്ട് ലേറ്റർ. ഇന്ന് രാത്രി എനിക്ക് 4 പ്രോഗ്രാമിൽ പോകണം. ഞാനത് പോയിട്ട് മടങ്ങി വരാം. ഇനി ഞാൻ പ്രോഗ്രാം എടുക്കില്ല.
ബില്ലിഗ്രാം പറഞ്ഞു, ഇപ്പോളാകുന്ന സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം, ഇപ്പോൾ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കണം. അവൾ പറഞ്ഞോ, ഞാൻ പോയിട്ട് വരാം. അവൾ ഇറങ്ങിപ്പോയി തൻ്റെ കാർ ഓടിച്ച്. ബില്ലിഗ്രാം സുവിശേഷവും തുടർന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് താൻ വിശ്രമിക്കുന്ന ഹോട്ടലിലേക്ക് പോകുമ്പോൾ അമേരിക്കയുടെ തെരുവീതിയിൽ വലിയൊരാൾക്കൂട്ടം കണ്ട്, പോലീസ് വാഹനങ്ങൾ കണ്ട് അദ്ദേഹം കാർ എത്തി നോക്കുമ്പോൾ അല്പം മുമ്പേ തന്നെ വന്ന് കണ്ടിട്ട് പോയ ക്യാബറെ നർത്തകി ഒരു ആക്സിഡൻറ്റിൽ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ദൈവം അവൾ കൊടുത്ത ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അത്. ഈ ഗ്രൗണ്ടിലും പുറത്തും എന്നെ കേൾക്കുന്ന സുഹൃത്തെ, മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, പാപജീവിതം വീക്ഷിപ്പാൻ ദൈവം നിനക്ക് തന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഇത്.